ഹായ് ഹലോ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബോളിയാണ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഒരു ബൗളിനോട്ട് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഇനി അതിന് വേണ്ടത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ലൂസായിട്ട് കുഴച്ചെടുക്കാം. ഇതിനകത്ത് അധികം കട്ടിയോടെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതോടെ കുഴക്കില്ലേ, ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇനി നമുക്ക് വേണം നെയ്യ്. ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ലൂസായിട്ടിരിക്കണം, ഇതേപോലെ ലൂസായിട്ടിരിക്കണം. മാവ് നമ്മുടെ കൈ പിടിക്കണം. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കൈ പിടിച്ചെങ്കിൽ ഇത് മാവ് സോഫ്റ്റ് ആയിരിക്കണം. നമ്മുടെ ഈ മാവ് പരുവാണ്, ബോളി ഉണ്ടാക്കാൻ പരുവായ മാവാണ്. ഇതേപോലെ ഇരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാകുന്ന പോലെ കുഴക്കരുത്. ഇച്ചിരി ലൂസായിട്ട് വേണം കുഴച്ചെടുക്കുക. എന്നാലേ നമുക്ക് ബോളി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഈ പരുവായി ഇതേപോലെ ഇരിക്കണം. നമ്മുടെ കൈ പിടിക്കണം, പിടിക്കണം, എന്നാലേ റെഡിയാവത്തുള്ളൂ. മാവ് കുഴച്ച് വെച്ച് മാവെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇച്ചിരി കട്ടിയാണ്, ഒരു കട്ട. നെയ്യ് ഒന്ന് ഉരുകി കഴിഞ്ഞ് ഇനി നമുക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. കടലൻ്റെ പൊടി ഞാനൊന്ന് നല്ല മോണൊന്ന് മൂപ്പിച്ചെടുക്കാം. കടലമാവ് നല്ലവണ്ണം മൂത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കട്ടിയില്ലാതെ വെള്ളമാവിനകത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കുക. മധുരത്തിന് ആവശ്യമായ ഞാനിവിടെ 3 സ്പൂൺ പഞ്ചസാര ഇട്ട് ഇത് ഇളക്കി കൊടുക്കുക. കുറച്ചുപ്പ് നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ചെറിയൊരു കട്ടയായിട്ടുണ്ട്, അതങ്ങ് ഇളക്കി ഇളക്കി യോജിപ്പിക്കുമ്പോൾ അങ്ങ് മാറും. കുറച്ച് ഏലക്ക ചതച്ചത്, നല്ലോണം കുറുക്കിയെടുക്കാം.
നമ്മുടെ കടലമാവ് കുറുകി വരുന്നുണ്ട്. ചെറിയ തീയിട്ട് വേണം കുറുക്കിയെടുക്കുക. വലിയ തീ ഇടല്, ചെറിയ തീയിലിട്ട് വേണം ഇങ്ങനെ കുറുക്കിയെടുക്കുക. തണുപ്പ് മാറിയിട്ട് വേണം നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇതെല്ലാം റെഡിയായി വരുന്നുണ്ട്. ഇച്ചിരിയും കൂടെ ഒന്ന് കുറുകിയാൽ മതി. മാവ് റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. നമുക്ക് തണുക്കുമ്പം ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. കടൽമാവ് ഏകദേശം തണുത്ത് വരുന്ന ഇതേപോലെ ബോൾസാക്കി നമുക്ക് ഉരുട്ടി വെക്കാം. ഇതേപോലെ ബോളാക്കി കുറേശ്ശെ നമുക്ക് ഉരുട്ടി വയ്ക്കാം. ഇതേപോലെ ഉരുട്ടി ഇച്ചിരി വലിയ പാത്രത്തിലെടുത്ത് വെച്ച് ഇച്ചിരി വലിയ ബോളുകളാക്കിയെടുത്ത്, എന്നുവെച്ചാൽ ചെറിയ ചൂടോടെ തന്നെ ഇതിങ്ങനെ ഉരുട്ടിയെടുക്കണം, അല്ലെങ്കിൽ പറ്റത്തില്ല. ചെറിയ ചൂടോടെ തന്നെ ഇങ്ങനെ ഉരുട്ടി വെച്ചാലേ നമുക്കത് ശരിയാവത്തുള്ളൂ. എല്ലാം നമ്മളിങ്ങനെ ഉരുട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ മാവെടുക്കാം. ഞാൻ മാവെടുത്തിട്ടുണ്ട്. ഞാൻ ഓയിൽ പേപ്പറും എടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഇരിക്കുന്ന മാവൊന്ന് നമുക്കത് കുഴയ്ക്കാം. എന്നിട്ട് ഉരുട്ടിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഒരു ഫില്ലിങ് എടുത്ത് ഇതിനകത്ത് വെച്ച് ചെയ്യാം. ഇതേപോലെ മാവെടുത്ത് അകത്ത് വെച്ച് നമ്മളിതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കൈ വെച്ച പരത്തിയെടുക്കുന്നത്. ഇതേപോലെ അലുമിനിയം പേപ്പറിനകത്ത് നമ്മൾ കൈ വെച്ച് അതിങ്ങനെ റൗണ്ട് ചെയ്ത് നമുക്ക് കട്ടി കുറച്ച് പരത്തിയെടുക്കും. ചപ്പാത്തി പലക കൊണ്ട് നമുക്ക് പരത്തിയെടുക്കാം. നമ്മളിപ്പോൾ മാവ് ഇച്ചിരി ലൂസല്ലേ, അതുകൊണ്ട് ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ ഇതിന് പേപ്പർ വെച്ച് തന്നെ നമുക്ക് ബോളി അത് തട്ടിയിടാം. നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ നമ്മളിത് വേവിച്ചെടുക്കുന്നു. ബോളിക്ക് ഇച്ചിരി കട്ടി കൂടുതലാണ്. ബോളികളെല്ലാം ഇതേപോലെ നമുക്ക് വേവിച്ചെടുക്കാം. ഇതേപോലെ ഓരോ ബോളികളും നമുക്ക് ചുറ്റെടുക്കാം. ഇതേപോലെ നെയ്യൊക്കെ പരട്ടി അങ്ങനെ നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി കട്ടിയൊക്കെ കൂടിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഒരുവിധം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കുക. നമ്മുടെ കല്യാണ സദ്യത്തിനൊക്കെ വിളമ്പുന്ന ഒരു തരം ഒഴിച്ചുവിടാനാവാത്തതാണ് ബോളിയും പായസവും. അതിലെ ഒരു വിഭവമാണ് ബോളി. ഇതേപോലെ നല്ല റെസിപ്പി ആയിട്ട് നാളെ വരാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ റെസിപ്പീസ് ആയിട്ട് ഓരോ ദിവസങ്ങളും വരാം. നമ്മുടെ ബോളി വീഡിയോ പല ഷേപ്പിലായിപ്പോയി, അത് കുഴപ്പമില്ല. എല്ലാം ഒരുവിധം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.